ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അശ്രീസ് വ്ലോഗ്. അപ്പം ഇന്ന് നമുക്കൊരു കുക്കിംഗ് ആയാലോ. കുക്കിംഗ് ആകുമ്പോൾ ഒരു വെറൈറ്റിക്ക് നമുക്ക് ലാലേട്ടൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ട്, ഒരു ഡെസേർട്ട്. അത് നമുക്ക് ഉണ്ടാക്കിയാലോ. അതിനാവശ്യമായിട്ട് മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് നേന്ത്രപ്പഴം നല്ല പഴുത്ത നേന്ത്രപ്പഴം ആയിക്കോട്ടെ. എന്നിട്ട് ആ നേന്ത്രപ്പഴം ഇങ്ങനെ സ്ലൈസ് ആക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു 3 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആളുകളുടെ അനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു 3 നേന്ത്രപ്പഴം ഇതേപോലെ തന്നെ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് കുറച്ച് നാളികേരം ചിരകിയത് വേണം. കുറച്ച് നാളികേരം ചിരകിയതും പിന്നെ നമുക്ക് ശർക്കര ഒരു ശർക്കര ഞാനിവിടെ എടുത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് അതും ഇതുപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ. അപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പഴം കട്ട് ചെയ്തെടുത്ത് പിന്നെ അതിലോട്ട് ആവശ്യമായിട്ടുള്ള നാളികേരം അതുപോലെ തന്നെ ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഏലക്കായാണ്. അപ്പോൾ ഏലക്കായ ഞാൻ ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു പാൻ വെക്കാം. അതിലോട്ട് നമുക്ക് നെയ്യ് ഒഴിക്കുക. നെയ്യ് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മുരിഞ്ഞൊന്നും വരണ്ട, ഒന്ന് അപ്പുറം ഒന്ന് മറിച്ചൊന്ന് ഇട്ട് കൊടുത്താൽ മതി. ഇതിലോട്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇടാനുള്ളതാണ്. ഫുള്ള് പഴം ഞാൻ ഇതേപോലെ ഇട്ടിട്ട് ഒന്ന് അപ്പുറം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കളറൊന്ന് ചേഞ്ച് ആയി വരുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ശർക്കര ആണ് ഇട്ട് കൊടുക്കേണ്ടത്. ശർക്കരയിൽ അതൊന്ന് ഫുള്ളായിട്ടൊന്ന് മുങ്ങി വരണം. ശർക്കര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെന്ന് പറയുമ്പോൾ ആ ശർക്കര എല്ലായിടത്തും ഒന്ന് എത്തി വരണം കേട്ടോ. ശർക്കര അപ്പം എല്ലായിടത്തും ആയ സ്ഥിതിക്ക് നമുക്കിനി ഏലക്കായും അതുപോലെ തന്നെ നാളികേരം അതിലിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അധികം നേരം മിക്സ് ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ. നമുക്ക് നാളികേരമൊക്കെ ഇടുമ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ മതി. നമുക്ക് വല്ലാതെ ഒന്ന് ഫ്രൈ ആയിട്ട് എടുക്കണ്ട കേട്ടോ. അപ്പം നമ്മളെ പഴം ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ട്. നമ്മളെല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ടിട്ട് നമുക്ക് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലേക്ക് വാനില ഐസ്ക്രീമും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കാം. അടിപൊളിട്ടോ. കുറച്ച് ഐസ്ക്രീം പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട്. മാഷാ അല്ലാ. കുഴച്ച് നോക്കട്ടോ. ഫുൾ മിക്സ്. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.